തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിന് വേണ്ടി മതേതര നിലപാടിൽ മായം ചേർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വർഗീയത വിളമ്പുന്നവരെ പൊന്നാടണിയിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി മതേതര കേരളത്തിന്റെ ശക്തി എന്തെന്ന് നാളെ തിരിച്ചറിയുമെന്നും വർഗീയതയെ താലോലിക്കുന്നവർ നാളെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലാകുമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. പുതുയുഗ യാത്രയുടെ തൃപ്പയാറിലെ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ യു.ഡി.എഫിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്, എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമ്മൾ വിജയിക്കും. എവിടെയെല്ലാമാണ് ഈ കേരളത്തെ ഇവർ തകർത്തു തരിപ്പണമാക്കിയത് അവിടെയെല്ലാം നമ്മൾ കേരളത്തെ പുനർജനിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം ചെയ്ത് യഥാർത്ഥത്തിൽ വലിയ ഗ്രഹപാഠം, ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി വിദഗ്ധരുമായി ആലോചിച്ച് സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് യു.ഡി.എഫ് വരുന്നത്. ഈ കേരള രാഷ്ട്രീയത്തിന്റെയോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയോ ചരിത്രത്തിൽ ഒരു പ്രസ്ഥാനവും ഇതുവരെ എടുക്കാത്ത സർവ്വസന്നാഹങ്ങളോടുകൂടി എല്ലാത്തിനും ബദലായി, എല്ലാത്തിനും മറുപടിയായി, പ്രതീക്ഷയായിട്ടാണ് യു.ഡി.എഫ് വരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥ, ഇവർ തകർന്ന സമ്പദ് വ്യവസ്ഥ നമുക്കിതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കണ്ടേ? നമ്മൾ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ ഖജനാവിലെ ചോർച്ച തടഞ്ഞുകൊണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമ്പദ്ഘടനയെ പടുത്തുയർത്തും. പൂച്ച പെറ്റുകിടക്കുന്ന ഇന്നത്തെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ഖജനാവിൽ പൂച്ച പെറ്റുകിടന്നുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ല. അതിന് വിശ്വാസ്യതയില്ല. ഖജനാവിൽ പണം നിറയ്ക്കണം. പണം നിറച്ചാൽ ഞങ്ങളുടെ വാക്ക് പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി, അവന്റെ കണ്ണീര് ഒപ്പി, അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി ഈ കേരളത്തിന്റെ മുഖച്ഛായ നമ്മൾ മാറ്റുക തന്നെ ചെയ്യും. യു.ഡി.എഫിന്റെ തേരോട്ടത്തിൽ തകർന്നു വീഴാത്ത ഒരു കോട്ടയുമില്ല. ഇനി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് നാട്ടികയിൽ നമ്മൾ ഉയർത്തേണ്ടത്. സമ്മേളനം യു.ഡി.എഫ് നേതാവ് സി.പി. ജോൺ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. എ.ഐ.സി.സി സെക്രട്ടറി ടി.എൻ. പ്രതാപൻ, കെ.പി.സി.സി കോർ കമ്മിറ്റി അംഗം ഷാനിമോൾ ഉസ്മാൻ, രാഷ്ട്രീയ കാര്യസമിതി അംഗം വി.കെ. ശ്രീകണ്ഠൻ എം.പി, ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ, കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, എം.പി. വിൻസെന്റ്, കെ.വി. ദാസൻ, കെ.ബി. ശശികുമാർ, കെ.പി.സി.സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, കെ.കെ. കൊച്ചുമുഹമ്മദ്, സുനിൽ ലാലൂർ, കെ. ദിലീപ് കുമാർ, ബി.ആർ. വിജയൻ, ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ കിഴക്കേ ആത്മാവ് പരിസരത്ത് നിന്ന് വി.ഡി. സതീശനെ സംഘാടക സമിതി സ്വീകരിച്ചാനയിച്ചു. മുത്തുകുടകളും വാദ്യഘോഷവും കാവടിയാട്ടവും താലവും വീരനാട്യവുമായാണ് പുതുയുഗ യാത്രയെ തൃപ്പയാറിൽ സ്വീകരിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യം പുതുയുഗ യാത്രയിൽ ഉണ്ടായിരുന്നു.